ആരും ഒന്നും ഇവിടെ തരണ്ട, 5 പൈസന്റെ ആവശ്യമില്ല. 50,000 ആദ്യം ചെക്ക് ചെയ്ത് ഒപ്പിട്ട വയറല്ലത്, അതല്ല, അതിന്റെ ആവശ്യമില്ല. ഇതിന് ഇലക്ഷൻ വരിക, അങ്ങോട്ട് ഇറങ്ങുക, അതുമല്ല, ഒരു സ്ഥാനാർത്ഥി നമ്മുടെ ഭാഗത്തു നിന്നില്ല. ഇതുണ്ടല്ലോ, ഇന്ന് മരിച്ചാൽ റബ്ബിലേക്ക് മടക്കപ്പെടും, മലക്കുൽ മൗത്ത് വന്നു കഴിഞ്ഞാൽ അവിടേക്ക് രക്ഷയ്ക്ക് ആവശ്യമായ വിശ്വാസം പഠിപ്പിക്കല. കഴിഞ്ഞ മാസം മുസ്ലിയാർ പ്രസംഗിച്ചപ്പോ നിങ്ങൾക്ക് എന്തേ മനസ്സിലായി? മുഹ്യിദ്ദീൻ ശൈഖിനോട് ചോദിക്കാം, റിഫായിനോട് ശൈഖിനോട് പറയാം, അമ്പർത്തങ്ങളോട് പറയാം, എല്ലാവരോടും പറയാം. അള്ളാഹോട് പറയാന്നല്ലല്ലോ. ആലോചിക്ക്, ഞങ്ങൾ ക്ഷണിക്കുന്നു അള്ളാഹുവിലേക്ക്, ഇവർ നിങ്ങളെ ക്ഷണിക്കുന്നു ഖബറുകളിലേക്കും ജാറങ്ങളിലേക്കും ദർഗകളിലേക്കും മരിച്ചുപോയ ആളുകളിലേക്കും. ഏതാ ഹക്ക് എന്ന് പോയിട്ടൊന്നും മലന്ന് കിടന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചിന്തിച്ചോളൂ. അപ്പൊ 1, 2 ഒന്നും അല്ല, പല ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അള്ളാഹു അല്ലാത്തോട് പ്രാർത്ഥിക്കാം. ഒന്നുകൂടി അപകടമുള്ളത് കേട്ടോളൂ. നമുക്ക് തിരുനബിയോടല്ലാതെ ചോദിക്കാൻ അർഹതയില്ല. അള്ളാഹുവിനോട് ചോദിക്കാൻ റസൂലുള്ളാഹിക്ക് മാത്രമേ അധികാരമുള്ളൂ. അള്ളാഹുവിലേക്കുള്ള കവാടമാണ് അവിടുന്ന്. അഥവാ മുത്തുനബിക്ക് സമ്പൂർണ്ണ സന്തോഷം ലഭിക്കുവോളം റബ്ബ് നൽകുന്നതാണ്. ആ നബി തങ്ങളെ മറികടന്ന് നേരിട്ട് നാഥനോട് ചോദിക്കാൻ നമ്മളാര്? നമ്മൾ അള്ളാഹോട് ചോദിക്കാൻ അർഹതയില്ലാത്തവരാണ്. നമ്മൾ എങ്ങനെ അള്ളാഹോട് ചോദിക്കുക? അത് നമ്മൾ മുത്തുനബിയോടല്ല ചോദിക്കേണ്ടത്, ശിർക്ക് പഠിപ്പിക്കണം. ഇത് ഇസ്ലാം പഠിപ്പിച്ച തൗഹീദല്ല. അപ്പൊ അമ്പിയാക്കന്മാർ കൊണ്ടുവന്ന യഥാർത്ഥമായ തൗഹീദിന് വിരുദ്ധമാണ് ഇസ്തിഗാസ എന്ന പേര് പറഞ്ഞുകൊണ്ട് പച്ചയായ ശിർക്ക് സമൂഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, സുന്നി ആചാരങ്ങൾ, പ്രമാണങ്ങൾ. ഇത് MA ജലീൽ സഖാഫി പുല്ലാര ഇവർ പഠിപ്പിക്കുന്ന തൗഹീദ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരിക. എന്താ അതിൽ പറയുന്നത് കേട്ടോളൂ. ഒരു അധ്യായമുണ്ട്, ഇസ്തിഗാസ തവസ്സുൽ. നമ്മുടെ സങ്കടങ്ങളും ആവലാദികളും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരും ഭക്തരുമായ മഹാത്മാക്കളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന രീതിയുണ്ടല്ലോ, ഇതിനാണ് സാധാരണയായി നാം ഇസ്തിഗാസ എന്ന് പറയുന്നത്. കണ്ടോ, നമ്മുടെ ആവലാദികളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും മഹാന്മാരുടെ മുമ്പിൽ പോയിട്ട് പറയാ. എന്നിട്ട് അവസാനം പറയാണ്, മഹത്തുക്കളുടെ ജീവിതകാലത്തും മരണശേഷവും ഈ സഹായാഭ്യർത്ഥന അനുവദനീയവും പുണ്യകർമ്മവുമാണ്. ഇങ്ങനെ മരിച്ചുപോയ ആളുകളോടുള്ള പ്രാർത്ഥന, സഹായാഭ്യർത്ഥന, അത് പുണ്യകർമ്മമാണ്, അത് പ്രതിഫലമുള്ള കാര്യമാണ്. എവിടുത്തെ തൗഹീദ സഹോദരങ്ങളെ? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ, അള്ളാഹുവിലേക്ക് വരൂ, അവനിലേക്ക് കൈനീട്ടൂ, അവനിൽ ബലമേൽപ്പിക്കും, അവനിൽ തവക്കുൽ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് അമ്പിയാക്കന്മാരെ പഠിപ്പിച്ച യഥാർത്ഥമായ തൗഹീദ് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം അമ്പിയാക്കന്മാരിലേക്ക്, ഔലിയാക്കന്മാരിലേക്ക്, മഹത്തുക്കളിലേക്കും അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലേക്കും ഈ മുസ്ലിം സമൂഹത്തെ കൊണ്ടുപോകുമ്പോ എന്ത് കിട്ടാനാ ഉസ്താദുമാരെ നിങ്ങൾക്ക്? പറയേ, എന്ത് കിട്ടാനാ നിങ്ങൾക്ക്? ഈ സമൂഹം ശിർക്ക് ചെയ്തിട്ട്, ഈ അപകടം ചെയ്തിട്ട് ഞങ്ങൾ മുശ്രിക്കാക്കി എന്ന് പറയണ്ട, ആ ഏർപ്പാട് ഞങ്ങൾക്കില്ല. പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ആ പണി ശിർക്ക. ഇതുണ്ടോ, ഇത് ഫത്ഹുൽ ബാരി ഒന്നല്ല, കനം കാണുമ്പോൾ അങ്ങനെ തോന്നുക. ഇത് മുഹയ്യിദ്ദീൻ മാല സമ്പൂർണ്ണ വ്യാഖ്യാനം, സമ്പൂർണ്ണ മുഹയ്യിദ്ദീൻ മാല വ്യാഖ്യാനം. ഇതിലൊരു വരി, ഒരു വരിയല്ല, ഇത് മൊത്തം പറയുകയാണെങ്കിൽ എനിക്കൊരു 4-5 മണിക്കൂർ വേണ്ടി വരും. പക്ഷെ ഒരൊറ്റ വരി ഉദാഹരണത്തിന് വേണ്ടി മാത്രം ഞാൻ നിങ്ങളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം പറയാം. എന്താണ്? ബല്ല നീലത്തെന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാവു തീരം ചെയ്യും ഞാനം നോവർ. ഏത് ലോകത്തു നിന്ന് എന്നെ വിളിച്ചാലും, എവിടെ നിന്ന് എന്നെ വിളിച്ചാലും ബായി കൂടുന്നതിന് മുമ്പ് ഞാൻ ഉത്തരം നൽകും. ഇത് കാസർഗോട്ട് പറയുമ്പോൾ ഒരു ബായിബടായി തന്നെയാണ്. അങ്ങനെ മുഹയ്യിദ്ദീൻ ശൈഖ് പറയൂല. ആ ശൈഖിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഒരു ആരോപണം. എന്താ പറഞ്ഞത്? എവിടുന്ന് വിളിച്ചാലും ഞാൻ ഉത്തരം കൊടുക്കും. ഇത് ഇസ്ലാമാ? ഈ തൗഹീദ? ഈ ഒരാൾ ഈ കവിത കാണാണ്ട് പൊയ്ക്കോട്ടെ എന്ന് വെക്കല്ല, ഒരു മൊയ്ലിയാർ ഇതിന് വ്യാഖ്യാനം എഴുതി. ഈ സാധാരണ മാലന്റെ വ്യാഖ്യാനം എഴുതുമ്പോൾ ഒരു വരിക്ക് ചിലപ്പോൾ 2-3 പേജ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ ശിർക്കിന്റെ വരി വന്നപ്പോൾ 28-30 പേജ് അതിന് ഉപയോഗിച്ചു ഷറഹ് ചെയ്യാൻ. നിങ്ങൾ അദ്ദേഹം പറയാ, കേട്ടോളൂ. എവിടെ വെച്ച് ആര് എപ്പോൾ വിളിച്ചാലും ഉടനെ സഹായിക്കാനും പ്രശ്നം പരിഹരിക്കാനും ശൈഖ് അവർക്ക് കഴിയും എന്നു തന്നെയാണ് അദ്ദേഹം ഈ പറഞ്ഞത്. എവിടുന്ന് വിളിച്ചാലും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ നാട്ടിലെ, ഈ നാട്ടിൽ നല്ലവരായ ആളുകൾ ഒന്ന് ആലോചിക്കുക. ലോകത്ത് ഒരുപാട് ആളുകൾ, ഒരു 100 ആളെടുക്കുക നമ്മൾ, 100 ആളുകൾ, 100 ആവശ്യങ്ങൾ, വ്യത്യസ്ത 100 ആവശ്യങ്ങൾ, 100 ഭാഷകൾ, 100 പ്രദേശങ്ങൾ, എല്ലാവരും ഒന്നിച്ചത് വിളിച്ചു, യാ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ആ ഷെയ്ഖിന് അത് കേട്ട് വേർതിരിച്ച് ഭാഷ വേറെ വേറെ മനസ്സിലാക്കി ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ കഴിവുള്ളവനാണ് ഷെയ്ഖ് എന്നാണ് വിശ്വാസം. തൗബ ചെയ്തോളി. നമ്മൾ ആരും മുഹയ്യിദ്ദീൻ ശൈഖിനെ കുറ്റം പറയില്ല, അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു, വലിയായിരുന്നു. അതോടെ മുഹയ്യിദ്ദീൻ എന്നുള്ള പേരിനെ കിട്ടിയത്.
ബാക്കിയൊക്കെ പിൽക്കാലത്തെ ആൾക്കാരുണ്ടാക്കിയത് കണ്ണി കണ്ട തോന്നിയാസങ്ങൾ. അദ്ദേഹം അതൊന്നും പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ വേറെ പറയുന്നുണ്ട്. ഈ മുഹയ്യദ്ദീൻ ഷെയ്ഖ് ലോകത്തുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് വ്യത്യസ്ത സ്ഥലത്ത് നിന്ന് വ്യത്യസ്ത ഭാഷകളിൽ വ്യത്യസ്ത ആവശ്യങ്ങൾ ഒരേ സമയത്ത് പറഞ്ഞാൽ അത് കേൾക്കാൻ അറിയാൻ ഉത്തരം കൊടുക്കാനും ഷെയ്ഖിന് കഴിയുമെന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസത്തിന് പേരെന്താണെന്നറിയോ? വിശ്വാസത്തിൽ അതിന് ശിർക്ക് എന്ന് പറയും. എന്നിട്ട് ഈ ഉസ്താദ് എന്താ ചെയ്തവരേക്ക് തെളിവ് കൊണ്ടുവരികയാണ്. എന്താ തെളിവ്? അള്ളാഹു ഇത്തരം കഴിവുകൾ നൽകുന്ന മഹാത്മാക്കൾക്ക് എവിടെ നിന്ന് ആര് എങ്ങനെ വിളിച്ചാലും സഹായിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് സംശയിക്കാനില്ല. എന്താ തെളിവ്? ആയത്തൊന്നല്ല, ഹദീസൊന്നല്ല. തെളിവെന്താ? അസ്റായിൽ റൂഹ് പിടിക്കുകയും മുൻകർ നക്കീർ ചോദ്യം നടത്തുകയും മീകായിൽ മഴ വർഷിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ എത്ര ആൾക്കാർ ഒപ്പം മരിക്കുന്നുണ്ട്? അസ്റായിന് കഴിയുന്നില്ലേ? എത്ര ഖബറിലേക്ക് മുൻകർ നക്കീറും വരുന്നുണ്ട്? അസ്റായിന് കഴിയുന്നില്ലേ? അപ്പോ മുഹയ്യദ്ദീൻ ഷെയ്ഖിന് കഴിയുന്നുള്ള തെളിവെന്താ? അസ്റായിൽ ഒന്ന് മലക്കാണ്, ഒന്ന് മനുഷ്യനാണ്, അത് ആലോചിക്കണ്ടേ? ഒന്ന് മരിച്ചതാണ്, ഒന്ന് ജീവിച്ചിരിക്കുന്നതാണ്, അത് ആലോചിക്കണ്ടേ? ഒന്ന് അള്ളാഹ് ഏൽപ്പിച്ചു കൊടുത്ത പണിയാണ്, ഇപ്പുറത്തെ പണി ഏൽപ്പിച്ചതല്ല, അത് ആലോചിക്കണ്ടേ? മനുഷ്യന്റെ കഴിവല്ല സൃഷ്ടി മനുഷ്യന്റെ മലക്കിന്റെ കഴിവ് എന്ന് ആലോചിക്കണ്ടേ? അതൊന്നും ആലോചിക്കൂല. ആലോചിച്ച ശൂന്യാവൂല്ലോ. ആലോചിച്ച് അവിടെ നിൽക്കാനും കഴിയില്ലല്ലോ. ആലോചിക്കാണ്ട് ഇങ്ങനെ മൂടി നടക്കണം. അങ്ങോട്ട് നോക്കൂല, അങ്ങോട്ട് നോക്കൂല, അത് കേൾക്കൂല, അത് കേൾക്കൂല. അറിയാണ്ട് കേട്ടുപോയാൽ പോലും ഈ ഹക്ക് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അത്രക്ക് വ്യക്തമാണ് ഈ വിഷയം. എന്താ പറഞ്ഞ്? ഇസ്ലാം പഠിപ്പിച്ച തൗഹീദിന് ഘടകവിരുദ്ധമായിട്ട് ഷെയ്ഖിന് കേൾക്കും, ഷെയ്ഖ് അറിയും, ഉത്തരം കിട്ടും. ഇവിടെ മുൻകർ നക്കീർ എത്ര ഖബർക്കാ ഒപ്പം പോണത്, എത്ര ആൾക്കാരെ ലോകത്ത് ഒപ്പം മരിക്കുന്നത്, മൂപ്പരുടെ വിശദീകരണങ്ങളാ. പക്ഷെ വേറെ പ്രശ്നം, ആ പ്രശ്നം എന്താ അറിയോ? കേട്ടോളി, ഭാഷാ പ്രശ്നം. ഞാൻ ഉണ്ടാക്കിയ പ്രശ്നമല്ല, ഈ കിതാബ് തന്നെ ഉണ്ട് ഭാഷാ പ്രശ്നം. അപ്പോ എന്താ ഭാഷാ പ്രശ്നം? കേട്ടോളൂ. ഏതാനും ഭാഷകൾ മാത്രം അറിയുന്ന മുഹയ്യദ്ദീൻ ഷെയ്ഖിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ ഭാഷകളിൽ വിളിച്ച് സഹായം ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യങ്ങളെല്ലാം മനസ്സിലാക്കാനും അവർക്ക് ഉത്തരം നൽകാനുമുള്ള ഭാഷാ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടോ? ഒരു പ്രശ്നമാണത്. ഇപ്പൊ അമേരിക്കയിൽ നിന്ന് ഒരാൾ, ഓ ഷെയ്ഖ് മുഹയ്യദ്ദീൻ പ്ലീസ് ഹെൽപ്പ് മീ എന്ന് വിളിച്ചു വരാം ഇംഗ്ലീഷിൽ. ഇയാൾക്കുണ്ട് ഇംഗ്ലീഷ് അറിയണു? മുഹയ്യദ്ദീൻ ഷെയ്ഖെ കാപ്പാത്തുങ്കോ എന്ന് പറഞ്ഞൊരു അണ്ണാച്ചി, ഇയാൾക്കറിയോ? अरे शेख मुहिद्दीन मुझे बचाना, मैं बहुत बहुत बीमार वाला हूं, मैं वो हूं, ऐसा हूं. ഉടനെ വിളിച്ചു അയാൾ ഷെയ്ഖിന്റെ ഉറുദു അറിയുന്നു. ആകെ അടങ്ങറായി. ഇത് കളിയാക്കല്ല, ഇതിലുണ്ട് സംഗതി. അപ്പൊ അങ്ങനെ ഭാഷാ പ്രശ്നം വന്ന്, അപ്പൊ ശരിക്ക് കേട്ടോളൂ, എന്താ ഭാഷാ പ്രശ്നം പരിഹരിക്കുന്നത് എങ്ങനെയാ? മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുമ്പോൾ ആ വിളിയിൽ മുഹയ്യദ്ദീൻ എന്ന നാമം ഏതായാലും ഉണ്ടായിരിക്കുമല്ലോ. യാ അബ്ദുൽ ഖാദിർ മുഹയ്യദ്ദീൻ എന്ന് വിളിച്ച് ഒരു ഇംഗ്ലീഷുകാരൻ മുഹയ്യദ്ദീൻ ഷെയ്ഖിനോട് ഇംഗ്ലീഷിൽ കുറെ സഹായം അഭ്യർത്ഥന നടത്തി എന്ന് വെക്കുക. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ വെച്ചോളി. എന്നിട്ടോ ഇവിടെ ആദ്യത്തിലുള്ള യാ അബ്ദുൽ ഖാദിർ മുഹയ്യദ്ദീൻ എന്നത് ഏതായാലും ഷെയ്ഖിന് മനസ്സിലാകുമല്ലോ. ഇനി ഞാൻ വിശദീകരിക്കേണ്ട സംഗതി എന്നറിയോ? അപ്പൊ യാ അബ്ദുൽ ഖാദിർ മുഹയ്യദ്ദീൻ ആദ്യം ഉണ്ടാവും. അപ്പൊ ഷെയ്ഖിന് മനസ്സിലായത് ഇന്നത്തെ വിളിക്കണത്. അപ്പൊ ഷെയ്ഖ് അള്ളാനെ ഇങ്ങനെ നോക്കുന്ന, പടച്ചോനെ അമേരിക്കന്ന് ആരോ വിളിക്കുന്നുണ്ട്, ഇതൊക്കെ ചൊല്ലിയാൽ നടന്നാലേ സുന്നിയാവുള്ളൂ, അല്ലാത്ത വഹാബിയാണ്. അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ രക്ഷപ്പെട്ടതാ. സന്തോഷമുള്ള വഹാബി എന്ന് പറയുമ്പോ ഉണ്ടോ? ഇൻകാന താബിഉ അഹ്മദിൻ മുതവഹിബ ഫഅനൽ മുഖിറു ബിഅന്നനി വഹാബി. അഹമ്മദായ പ്രവാചകനെ പിൻപറ്റി ജീവിക്കുന്ന ആളുകള് നീ വഹാബി എന്ന് പറയുമ്പോൾ സന്തോഷമേ ഉള്ളൂ. ഫഅനൽ മുഖിറു, ഞാനിതാ സമ്മതിക്കുന്നു, ബിഅന്നനി വഹാബി, ഞങ്ങൾ വഹാബികളാ. ശരി, എന്താ പറഞ്ഞത്? ഷെയ്ഖ് അവർക്ക് അള്ളാഹുമായി ബന്ധപ്പെട്ടാൽ ഈ സംശയം വളരെ വേഗം തീർക്കാവുന്നതാണ്. വിഷയം എന്താണെന്നറിയോ? അള്ളാഹുവെ ആരോ അമേരിക്കയിൽ നിന്ന് എന്തോ പറയുന്നുണ്ട്, സംഗതി എന്നെ വിളിച്ചത് നിങ്ങളെയല്ല, കാരണം അബ്ദുൽ ഖാദറിനാ വിളിക്കണത്, മറ്റത് അള്ളാഹ് ഉണ്ടല്ലോ, ഇത് അബ്ദുൽ ഖാദർ എന്നാ. അപ്പൊ എന്താ പ്രശ്നം? അപ്പോ ഇങ്ങനെ എന്നെ തന്നെയാണ് വിളിച്ചതെന്ന് ബോധ്യപ്പെട്ടാൽ അതിനുശേഷം പ്രസ്തുത ഇംഗ്ലീഷുകാരൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് ഷെയ്ഖ് അവറുകൾക്ക് അള്ളാഹുവിൽ നിന്ന് മനസ്സിലാകും. അപ്പൊ അള്ളാഹ് പറഞ്ഞു കൊടുക്കും, അത് മുഹയ്യദ്ദീനെ അദ്ദേഹത്തിന് എന്തോ കല്യാണം കഴിച്ചിട്ട് 5-8 കൊല്ലമായിട്ട് കുട്ടികളില്ലാത്ത പ്രശ്നം തോന്നുന്നു, അന്ന് അത് ശരിയാക്കി കൊടുത്താളാ ഒപ്പ്. ഇതിപ്പോ എന്തിനാ ഷറഹാന്നറിയോ? ഇത് എന്തിനാ ഷറഹ? വല്ല നീലത്തെന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാവു തീരം ചെയ്യും ഞാനെന്നോവർ. ഷെയ്ഖേന്ന് വിളിച്ച് തൊള്ള വായ പൂട്ടുന്നതിന് മുമ്പ് ഉത്തരം കിട്ടും. അതിന്റെ ഷറഹാപ്പത് മൂപ്പരിങ്ങനെ ആലോചിക്കണം, എന്താ പറഞ്ഞത്? അള്ളാഹുന്ന് പറയണം, പരിഭാഷ കിട്ടണം, എന്നിട്ട് അതിന്റെ റിപ്പോർട്ട് കൊടുക്കണം. ഇത് ഇത്ര അടങ്ങറായിട്ട് ഇപ്പൊ എന്തിനൊക്കെ ക്ഷണിക്കണത്? ഷെയ്ഖിനെ വിളിച്ചോളി, അത് പറയാനല്ലേ? ആണോ മുസ്ലിങ്ങളെ? ഇതാണോ ദീന്? ഇതാണോ ഇസ്ലാം? ഇതാണോ തൗഹീദ്? എന്നിട്ട് മൂപ്പര് പറഞ്ഞ വേറെ 1-2 കാര്യം, ഇത് കുറേ ഉണ്ട് ഈ പേജിന്റെ ഷറഹ്. അത് പിന്നെ അവസാനം മൂപ്പര് പറയാ, നിങ്ങൾക്കൊരു കാര്യം ചോദിച്ചാൽ
പിന്നെ മറ്റൊരു കാര്യം, മഹാത്മാക്കളെ മാറ്റി നിർത്തി അള്ളാഹുവോടും നേരിട്ട് സഹായം ചോദിക്കലാണ് ചോദിക്കുന്നത് നേടാൻ ഏറ്റവും നല്ലത് എന്നതിന് യാതൊരു തെളിവുമില്ല. ഔലിയാക്കന്മാരൊക്കെ മാറ്റി വെച്ചിട്ട് അള്ളാഹുവോട് നേരിട്ട് ചോദിച്ചാലാണ് ഉത്തരം കിട്ടുക എന്നുള്ളതിന് ഒരു തെളിവുമില്ല. മറിച്ച് ഏറ്റവും നല്ലത് ഉത്തരം ചോദിക്കുന്നത് നേടാൻ മഹാത്മാക്കളോട് ചോദിക്കലാണ്. ഇതൊക്കെ ഇബ്ലീസിന്റെ ഇബ്ലീസിന്റെ മന്ത്രാണ് ഇതൊക്കെ. ഈ ജാതി കളവും നുണയും വിശദീകരണവും ഒക്കെ മൗലിദ് കിതാബിലെ കൊടുത്തിട്ട് പിന്നെ ഈ സാധു പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ ശബ്ദം കേൾക്കുന്ന അള്ളാനെ പേടിക്കുന്ന ഈമാനുള്ള പരലോകം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ കേട്ടോളൂ. ഇതിന്റെ 345-ാമത്തെ പേജിൽ, ഇതിന്റെ 345-ാമത്തെ പേജിൽ കേട്ടോ. എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം നൽകുമെന്ന് പ്രഖ്യാപിച്ച മുഹയ്യദ്ദീൻ ശൈഖിനോട് ആരെല്ലാം ചോദിച്ചു, എന്നിട്ട് വല്ല ഉത്തരവും ലഭിച്ചോ? പോകട്ടെ, എനിക്ക് ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാനാകില്ല എന്ന് പറയാനെങ്കിലും ഷെയ്ഖ് മുതിർന്നോ? ഷെയ്ഖിനെ വിളിച്ചു പറഞ്ഞവരുടെ പല പ്രശ്നങ്ങളും ഇന്നും അവശേഷിക്കുന്നില്ലേ? എന്നിട്ടും വിളിച്ചാൽ ഷെയ്ഖ് ഉത്തരം നൽകുമെന്ന് വിശ്വസിക്കൽ വിവരക്കേടല്ലേ? തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട്. നമുക്കുള്ള കുത്താണത് എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട്. എന്നിട്ട് പറയാണ്, മുഹയ്യദ്ദീൻ മാല കള്ളമാണെന്ന് വരുത്താനാണ് ഈ ചോദ്യങ്ങൾ അത്രയും. ഈ ചോദ്യങ്ങൾ കൊണ്ട് മാല കള്ളമാണെന്ന് വരികയാണെങ്കിൽ അതിനു മുമ്പ് ഖുർആൻ കള്ളമാണെന്ന് വരും. ഈ പറഞ്ഞ തോന്യാസനം എഴുതി വെച്ച മുഹയ്യദ്ദീൻ മാല കള്ളമാണെന്ന് പറഞ്ഞാൽ ഖുർആനും കള്ളമാണെന്ന് പറയേണ്ടി വരും എന്ന് എഴുതി വെച്ച ഉസ്താദുമാരിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു നാട്ടുകാരെ, പരലോകം കിട്ടും. ഇത് തെറ്റാന്ന് പറഞ്ഞാല് ഖുർആനും തെറ്റാന്ന് പറഞ്ഞ പോലെയാണ്. മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മടിമാടം സ്വർഗത്തിൽ ന്യായൻ കൊടുക്കുമേ. തെറ്റുകൂടാതെ മുഹയ്യദ്ദീൻ ഓതിയാലേ സ്വർഗം തരാ അള്ളാഹ് പറഞ്ഞു. എവിടെ? ആ പറഞ്ഞത് തെറ്റാ. ആ തെറ്റാന്ന് പറഞ്ഞാൽ ഖുർആനും തെറ്റാണ് എന്ന്. എന്റെ മൊഴികളെ പൊയ്യെന്ന് ചൊല്ലുകിൽ അപ്പഴേ കൊല്ലുന്ന നഞ്ഞ് ഞാനെന്നോവർ. മുഹയ്യദ്ദീൻ മാല തെറ്റാന്ന് പറഞ്ഞാൽ അപ്പ കൊല്ലുന്ന വിഷമാണ് ഞാൻ. എന്നാ ഞാനൊക്കെ എന്നോ വടിയാണ്ടതാ. ഇത് കുറെ കാലമായി തെറ്റി നടക്കുന്നു. മുഹയ്യദ്ദീൻ മാല തെറ്റാന്ന് പറഞ്ഞാൽ അപ്പഴേ കൊല്ലുന്ന നഞ്ഞാണ് ഞാൻ, ആരും ഈ മാലിം ഷെയ്ഖൊക്കെ. ഈ ജാതി തോന്നിയാസങ്ങൾ പറയാ. എന്നാൽ അത് തെറ്റാന്ന് പറഞ്ഞാൽ അങ്ങനെ ഖുർആനും തെറ്റാണ്. ഇതാ ഇസ്ലാം ദീൻ സഹോദരങ്ങളെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന നിന്റെ വിഷയമൊന്നുമല്ല. ഇവർ പഠിപ്പിക്കുന്ന തൗഹീദ് എന്താ? അള്ളാഹു അല്ലാത്തോട് പ്രാർത്ഥിക്കുക. ഇനി കേട്ടോളൂ, നിർത്താൻ പറ്റില്ല, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. അൽ ഫുയൂദാത്തുർ റബ്ബാനിയ്യ ഫിൽ മആസിരി വൽ ഔറാദിൽ ഖാദിരിയ്യ. മുലാക്കന്മാരെ കയ്യിലുണ്ടാവും. മുഹയ്യദ്ദീൻ ശൈഖിനെ എങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്ന കിതാബാത്. മുഹയ്യദ്ദീൻ ശൈഖിനെ എങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്ന കിതാബ്. ആ കിതാബിൽ കാണാൻ, കേട്ടോളൂ, വിശദീകരിക്കുന്നില്ല. ഇദാ വഖഅലക മുഹിമ്മുൻ വഅറഫത അൻ യദ്ഫഅഹു അല്ലാഹു അൻക ഫസ്ലുൻ ഫസല്ലി റകഅതൈനി ബഅദ സ്വലാത്തിൽ ഇശാഇ ഔ ഫീ വഖ്തി സഹരി വതഖറഉ ഫീ കുല്ലി റകഅത്തിൻ ബഅദൽ ഫാത്തിഹത്തിൽ ഇഖ്ലാസ് 11 മറത്തൻ ثم تسلم وتسجد لله تعالى بعد السلام وتسأل حاجتك ثم ترفع رأسك وتصلي على النبي صلى الله عليه وسلم 11 مرة. സമയമല്ല, അതോടെ വേഗം അയച്ചത്. എന്താ പറഞ്ഞത്? നിനക്ക് വല്ല ആവശ്യവും നേരിട്ടാൽ ആ ആവശ്യം നിറവേറ്റി കിട്ടാൻ നീ 2 റകഅത്ത് നിസ്കരിക്കണം. എപ്പോ? ഇശാക്ക് ശേഷം. ഫീ വഖ്തി സഹരി, അല്ലെങ്കിൽ അത്താഴ സമയത്ത്. എന്നിട്ടോ ഓരോ റകഅത്തിലും ഫാത്തിഹയ്ക്കു ശേഷം ഇഖ്ലാസ് ഓതണം 11 വട്ടം. നിങ്ങൾ സുന്നത്തി ജമാഅത്തല്ലേ? തെളിവ് കൊണ്ടു അതിന് ഏതാ ഹദീസ് എന്ന് ഞാൻ വേറെ ചോദിക്കുന്നുണ്ട്, ലിസ്റ്റ് ഇട്ട് ഞാൻ തരുന്നുണ്ട് ലാസ്റ്റ്. സുമ്മ തുസല്ലിമു, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ സലാം കിട്ടണം. എന്നിട്ട് നിങ്ങൾ എണീക്കണം. വല്ല ആവശ്യം നേരിട്ടാ ചെയ്യേണ്ട പണി പറയാണ്. എന്താ ചെയ്യേണ്ടത്? ഈ നമസ്കാരം കഴിഞ്ഞ ശേഷം സുമ്മ തഖൂമു, എണീക്കണം. വതഖ്തു 11 ഖത്വതൻ ഇലാ ജിഹത്തിൽ ഇറാഖി ഇലാ യമീനിൽ ഖിബ്ലതി, വലതുഭാഗത്തേക്ക് ഖിബ്ല, ഇലാ ജിഹത്തിൽ ഇലാ ഇലാ യമീനിൽ ഖിബ്ല, ഖിബ്ലയുടെ വലതുഭാഗത്തേക്ക്, ഇറാഖിന്റെ ഭാഗത്തേക്ക് നീ 11 കാലടികൾ വെക്കണം. ഇങ്ങനെ മുന്നോട്ട് നടക്കുക. ഓരോ കാലടി വെക്കുമ്പോഴും, കേട്ടോ, ഓരോ കാലടി വെക്കുമ്പോഴും യാ ശൈഖ് മുഹയ്യദ്ദീൻ, ഒന്നാമത്തെ കാലടി വെക്കുമ്പോ, രണ്ടാമത്തെ കാലടി വെക്കുമ്പോ യാ സയ്യിദ് മുഹയ്യദ്ദീൻ. ഞാൻ എണ്ണം പറയുന്നില്ല, നിങ്ങൾ എണ്ണിക്കോളിം. അടുത്തതിൽ യാ മൗലാന മുഹയ്യദ്ദീൻ, യാ മഖ്ദൂം മുഹയ്യദ്ദീൻ, യാ ദർവേഷ് മുഹയ്യദ്ദീൻ, യാ ഖാജ മുഹയ്യദ്ദീൻ, യാ സുൽത്താൻ മുഹയ്യദ്ദീൻ, യാ ബാഷ മുഹയ്യദ്ദീൻ, യാ ഗൗസ് മുഹയ്യദ്ദീൻ, യാ ഖുത്ബ് മുഹയ്യദ്ദീൻ, യാ സയ്യിദ് സാദാത്തി അബ്ദുൽ ഖാദിർ മുഹയ്യദ്ദീൻ. 11 അള്ളാനെ വിളിച്ചോ, നട്ടപ്പാതിരക്ക് നീച്ചു വിളിച്ച് ചെല്ലാൻ പറഞ്ഞ ദിക്റാപ്പത്. മുഹയ്യദ്ദീൻ ശൈഖിനെ വിളിക്കാൻ തൗഹീദ
എന്നിട്ട് തങ്ങൾ പറയാ, നിങ്ങൾ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും അല്ലാഹു അല്ലാത്തോട് സഹായം തേടാൻ പാടില്ല സമർത്ഥിക്കും. ഇതിനെന്താ നിങ്ങൾക്ക് തെളിവ്? നിങ്ങൾ എന്താ പറയുന്നത് അറിയോ? ഇത് ചൊല്ലിയതിനു ശേഷം പിന്നെ ഈ ദുആ നീ ചൊല്ലണം. ഏതാ ദുആ? 3 തവണ ചൊല്ലണം. അല്ലാഹുമ്മ ലക്കൽ കുല്ലു വബിക്കൽ കുല്ലു മിൻകൽ കുല്ലു വഇലൈക്കൽ കുല്ലു അൻതൽ കുല്ലു വകുല്ലുൽ കുല്ലി. അങ്ങനെ 3 വട്ടം പറയണം. പറഞ്ഞോളി, 3 വട്ടം പറയണം. അപ്പൊ ഇതിലിപ്പോ അള്ളാനെ വിളിക്കുന്ന ഒരു അടയാളം പോലും ഇല്ല. ഷെയ്ഖിനെയാ വിളിക്കുന്നത് എല്ലായിടത്തും. എന്നാ സഹോദരന്മാരെ, മഹാനായ മുഹ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞത് അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന്റെ ഫുതൂഹുൽ ഗൈബിലെ ആ വിഷയം പറഞ്ഞിടത്ത് വിഷയം പറഞ്ഞിരുന്നു. മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ ചില ഗ്രന്ഥങ്ങൾ, ഫുതൂഹുൽ ഗൈബ്, ഫതുഹുർ റബ്ബാനി, ഫൈദുർ റഹ്മാനി, ഗുനിയത്തു താലിബീൻ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ വന്ന ചില ഉദ്ധരണികൾ ഇവിടെ വായിച്ചു. അത് മൗലര ഹൽക്കിനെ കൊണ്ടു ഔത്തർച്ചി കലങ്ങിന്നാ തോന്നുന്നത്. അവർ ഭയങ്കര ചൂടാകല്. മുഹ്യിദ്ദീൻ ഷെയ്ഖ് അങ്ങനെ വിചാരിച്ചിട്ടില്ല, മുഹ്യിദ്ദീൻ ഷെയ്ഖ് അങ്ങനെ വിചാരിച്ചിട്ടില്ല. മൂപ്പര് വിചാരിച്ച എങ്ങനെ നിങ്ങൾക്ക് അറിയണത്? നിങ്ങളുടെ ഷെയ്ഖിന്റെ ഒരു വ്യാഖ്യാനം ഇയാള്, ആ വ്യാഖ്യാനം ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് കുറച്ചും കൂടി കേട്ടോളൂ മുഹ്യിദ്ദീൻ ഷെയ്ഖ് എന്താ പറയണത്. നിങ്ങൾ കേൾക്കാത്തത് ഫതുഹുർ റബ്ബാനി വായിച്ചോളൂ, ഫുതൂഹുൽ ഗൈബ് വായിച്ചോളൂ, ഫതുഹുൽ അതേപോലെ ഫുതൂഹുൽ ഗൈബ് ഉണ്ടല്ലോ ഗ്രന്ഥങ്ങൾ, അതൊക്കെ ഒന്ന് വായിച്ച് പഠിച്ചാൽ മനസ്സിലാവും. എന്താ ഷെയ്ഖ് പറഞ്ഞു കേട്ടോ? ഖദ് ഇഹ്താല അലൈക ശൈത്താൻ, ഫതുഹുർ റബ്ബാനിയുടെ 101-ാമത്തെ പേജ്. ഖദ് ഇഹ്താല അലൈക ശൈത്താൻ, ഇതാ ശൈത്താൻ നിന്നെ കൊണ്ട് കളിക്കുകയാണ്. ഈ ഷെയ്ഖ് ഇത് ആരോടാ പറഞ്ഞത് കൂടി ആലോചിച്ചോളിയും. മുജാഹിദുകളോടാണോ, ഹൈന്ദവരോടാണോ, നസാറാക്കളോടാണോ എന്ന് ഈ വാചകം കേട്ടാക്ക് മനസ്സിലാവും. ഖദ് ഇഹ്താല അലൈക ശൈത്താൻ, ശൈത്താൻ നിന്നെ കൊണ്ട് കളിക്കുകയാണ്, കുതന്ത്രം പ്രയോഗിക്കുകയാണ്. വസയ്യന ലക്കൽ കദിബ, നീ പറയുന്ന കളവുകൾ നിനക്ക് അലങ്കാരമാക്കി കാണിക്കുകയാണ്. വൽ അമാലുൽ ഖബീഹ, നിങ്ങൾ ചെയ്യുന്ന മോശമായ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് പിശാച് അലങ്കാരമാക്കി കാണിക്കുകയാണ്. തക്ദിബു, നീ കളവ് പറയുന്നു. തക്ദിബു ഹത്താ ഫീ സ്വലാത്തിക, നമസ്കാരത്തിൽ പോലും മനുഷ്യ നീ കളവ് പറയുന്നു. കണ്ടോ? അപ്പൊ നിസ്കരിക്കുന്നവനോടാണ്, സംശയമൊന്നുമില്ലല്ലോ, നമസ്കരിക്കുന്നവനോടാണ് ഈ പറയുന്നത്. എന്താ ഷെയ്ഖ് പറയുന്നത്? ലിഅന്നക തഖൂലു അല്ലാഹു അക്ബർ, നീ അല്ലാഹു അക്ബർ എന്ന് പറയുന്നു. വതക്ദിബു, കളവാ പറയുന്നത്. എന്തേ കാരണം? ലിഅന്ന ഫീ ഖൽബിക ഇലാഹൻ ഗൈറഹു, നിന്റെ മനസ്സിൽ വേറെ ഇലാഹുണ്ട്. ഞങ്ങൾ ഇലാഹാക്കിയിട്ടില്ല എന്നല്ലേ പറയല്. എന്താ ഇലാഹാക്ക എന്ന് പറഞ്ഞ ഷെയ്ഖ് പഠിപ്പിച്ചു തരാണ്. കുല്ലു മാ തഅതമിദു അലൈഹി ഫഹുവ ഇലാഹുക, നീ എന്തൊന്നിലാണോ അവലംബം അർപ്പിക്കുന്നത് അത് നിന്റെ ഇലാഹാണ്. കുല്ലു ശൈഇൻ തഖാഫു മിൻഹു, എന്തിനെയാണോ നീ ഭയപ്പെടുന്നത് അത് നിന്റെ ഇലാഹാണ്. അപ്പൊ പാമ്പിനെ ഭയപ്പെടുന്നില്ലേ? പാമ്പ് ഇലാഹ അല്ല, അതാണ് അഭൗതികമായ ഭയം, അതാണ് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമായ ഭയം. ആ ഭയം ചില ദർഗകൾക്ക് മുമ്പിലൂടെ പോകുമ്പോഴുണ്ട്. ആ ദർഗയുടെ മുമ്പിലുള്ള പെട്ടിയിൽ പൈസ നിക്ഷേപിച്ചില്ലെങ്കിൽ ഷെയ്ഖിന്റെ പ്രശ്നമുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, പേടിക്കുന്ന ആളുകൾ, അവിടുന്ന് ചില പ്രതീക്ഷിക്കുന്നു ചില ആളുകൾ. അവിടെ പൈസ ഇട്ടില്ലെങ്കിലോ ഷെയ്ഖിൽ നിന്ന് അത് കിട്ടുകയില്ല എന്ന് അറിയുന്ന ഉദ്ദേശിക്കുന്ന ആളുകൾ. അപ്പൊ ഷെയ്ഖിനെ പേടിച്ചിട്ടോ ഇങ്ങോട്ട് പ്രതീക്ഷിച്ചു കൊണ്ടോ, ആ പേടിയും ആ പ്രതീക്ഷയും സാധാരണ പേടിയല്ല. നായിനെയും പേടിക്കാറുണ്ട്, പൂച്ചയെ ചില ആളുകൾക്ക് പേടിയാണ്, കാക്കയെ ചില ആളുകൾക്ക് പേടിയാണ്. ആ പേടിയല്ല. കുല്ലു ശൈഇൻ തഖാഫു മിൻഹു, നീ എന്തിനെയൊക്കെ പേടിക്കുന്നുവോ അത് അതിനെ ഇലാഹാക്കല എന്ന് പറഞ്ഞാൽ അഭൗതികമായ നിലക്ക്, കാര്യകാരണ ബന്ധത്തിനായ നിലക്ക്. നീ എന്തൊന്നിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുവോ അത് നിന്റെ ഇലാഹാണ്. നിന്റെ ഖൽബ് നാവിനോട് യോജിക്കുന്നില്ല. കണ്ടോ? നിന്റെ പ്രവർത്തനം നിന്റെ വാക്കിനോട് യോജിക്കുന്നില്ല. നീ നിന്റെ ഖൽബ് കൊണ്ട് 1000 തവണ അല്ലാഹു അക്ബർ എന്ന് പറയണം. നാവോട് 1 വട്ടം പറഞ്ഞാൽ മതി. നീ ഖൽബ് കൊണ്ട് 1000 തവണ പറ അല്ലാഹു അക്ബർ. എത്ര സ്ഥലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതി വെച്ചിട്ടുണ്ട്. ഖബറിന്റെ മുകളിലും അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ അർത്ഥമല്ലാണ്ട് പലരും ചെയ്യാറുണ്ട്. ചില കുട്ടികള്, സ്ത്രീകൾ താരാട്ട് പാട്ടുമ്പോൾ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആട്ടും. കുറച്ച് കഴിഞ്ഞ കുട്ടി ഒന്ന് പറഞ്ഞിട്ട് താഴെ വീണ ബദ്രീങ്ങള് എന്റെ കുട്ടി, പിന്നെ എന്തിനാ ലാ ഇലാഹ ഇല്ലല്ലാഹ്? അങ്ങനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ വേണ്ടത്, അതല്ല വേണ്ടത്. അതാ പറഞ്ഞത്, നീ നിന്റെ മനസ്സുകൊണ്ട് 1000 തവണ പറയണോ, എന്നിട്ട് നാവ് കൊണ്ട് 1 തവണ പറഞ്ഞാൽ മതി. എന്നോട് ഷെയ്ഖ് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് കേട്ടോ. മാ തസ്തഹി, നാണമില്ലേ നിനക്ക്? ഇത് മുജാഹിദീങ്ങളോടല്ല, ഇത് ക്രൈസ്തവരോടല്ല, ഹിന്ദുക്കളോടല്ല. എന്താ കാരണം അറിയോ? മാ തസ്തഹി, നിനക്ക് നാണമില്ലേ?
അൻ തഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ. വലക അൽഫു അൽഫു മഅബൂദ്, നിന്റെ മനസ്സിൽ എത്രയെത്ര ദൈവങ്ങളാ, എത്രയെത്ര ആരാധ്യ വസ്തുക്കളാ അല്ലേ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോ അത് ഞങ്ങൾ ബദ്രീങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, വീട് ഓല പേരവിടെ എഴുതി വെച്ച്, അള്ളാനല്ല. അതാ നിന്റെ ആരാധ്യം എന്ന് പറഞ്ഞാൽ എന്തിൽ ബലമേൽപ്പിച്ചോ, എന്തിൽ തവക്കുൽ ചെയ്തോ അത് അഭൗതികമായ നിലക്കുള്ള പ്രതീക്ഷയാ. എന്നോ മരിച്ചുപോയ ബദ്രീങ്ങളും ഇവിടെ വീട് കാക്കും എന്ന് പറഞ്ഞാൽ അവിടെ അഭൗതികത പ്രതീക്ഷിക്കുന്നുണ്ട്. അത് റബ്ബിന് മാത്രമേ കഴിയൂ. എത്രത്തോളം നമ്മളൊക്കെ നാടുകളിൽ പണ്ട് ഈ പ്രസവം വന്നാല് അള്ളാഹിനോടല്ലല്ലോ, അള്ളാഹിനോട് പ്രാർത്ഥിച്ചിരുന്നില്ല എന്നല്ല, ഈ ബദർ മൗലിദ് ഓതിയിട്ടും ബദർമാല പാടിയിട്ടൊക്കെ എന്നല്ല ചൊല്ലി പ്രസവിച്ചിരുന്നത്. അവിടെ അവരോടുള്ള പ്രാർത്ഥനകൾ, അവരെ പേരിങ്ങനെ പറഞ്ഞാൽ ക്ലിയർ ആകുന്നതാണ്. ഏറ്റം മികന്തുള്ള പേറ്റ് വരുത്തത്തിൽ ഇന്ത സ്വഹാബികൾ പേരിനെ ഓതൂകിൽ കൂറി മൂടിയും മൂനമ്പള്ള തന്നീന്ന് കുട്ടി പിറക്കലിൽ ഇല്ലാശക്യം നോവർ. ഏറ്റവും മികന്തുള്ള പേറ്റുവരുത്തത്തിൽ, ചില്ലറ നോർമൽ പിന്നെ വേദന എന്നല്ല, മികന്തുള്ള പേറ്റുവരുത്തത്തിൽ ഇന്ത സ്വഹാബികൾ പേരിനെ ചൊല്ലിയാൽ എന്താ സംഭവിക്കുക? കുറിമുടിയും മൂനമ്പള്ള തന്നീന്ന് കുട്ടി പിറക്കലിൽ ഇല്ലാശക്കം നോവർ. ആ സ്വഹാബത്തിന്റെ പേരിങ്ങനെ പറഞ്ഞാൽ സുഖമായ പ്രസവം നടക്കുന്ന. ശൈഖ് പറയാ, നിന്റെ മനസ്സിൽ എത്ര എത്ര ദൈവങ്ങളാ, നീ എങ്ങനെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്, നാണമില്ലേ നിനക്ക്? തുബ് ഇലല്ലാഹ്, തൗബ ചെയ്യും നീ റബ്ബിലേക്ക്. മിൻ ജമീഇ മാ അൻത ഫീഹി, ഇപ്പം നീ ഉള്ളിടത്ത് നിന്ന് തൗബ ചെയ്ത് മടങ്ങിക്കോ. ശൈഖ് പറയാം, എത്ര വ്യക്തമാണ്. ആ ഷെയ്ഖിന്റെ ആദർശത്തിലേക്ക് വരാനാണ് നമ്മൾ പറയുന്നത്. ഷെയ്ഖ് വീണ്ടും പറയാം കേട്ടോ, ഇസ്തഗ്ഫിർ ബില്ലാഹി അസ്സ വജല്ല, റബ്ബിനോട് നീ ഇസ്തിഗാസ നടത്തിക്കോ. കണ്ടോ, ഷെയ്ഖിനോട് ഞങ്ങൾ ഇസ്തിഗാസയാണെന്ന് പറയുന്നില്ല നിങ്ങൾ. ഷെയ്ഖ് പറയാ, ഇസ്തഗിസ് ബില്ലാഹി അസ്സ വജല്ല അൽ ഫത്ഹുർ റബ്ബാനി വ ഫൈദുർ റഹ്മാനി എന്ന ഗ്രന്ഥത്തിൽ 122-ാമത്തെ പേജ് മഹാനായ മുഹയ്യദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതി വെച്ചതാ. നിങ്ങൾ ഇത് കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല. മുപ്പര് പറയാ, ഞാൻ പള്ളി ദർസിൽ പഠിക്കുമ്പോഴേ, കോളേജിൽ പഠിക്കുമ്പോഴേ ആ കിതാബൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ഷെയ്ഖ് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങളത് പഠിപ്പിക്കാനും വരണ്ട. നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച പോലെ നിങ്ങളത് ഫത്ഹുൽ മുഈനും 10 കിതാബും നബവിയുടെ അദ്കാറും എല്ലായിടത്തും വായിച്ചാലുണ്ടല്ലോ, നിങ്ങൾ ഇന്ന് ചെയ്യുന്ന എല്ലാ ബിദ്അത്തുകൾക്കും എതിരെ അതിൽ വരും. ഇൻഷാ അല്ലാഹ് ആവശ്യം വരികയാണെങ്കിൽ നമുക്ക്, ഞാൻ പറഞ്ഞതാണ്, വലിയ വലിയ കട്ടകളൊക്കെ 4 ചാല പൂട്ടുമ്പോൾ ഉടയും ഞാൻ പറഞ്ഞത്. നിങ്ങൾ കണ്ടുണ്ടാവും, ശരിയാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളുടെ സ്വഭാവം എന്താ? അത് പൂഴ്ത്തി വെക്കുന്നു. യക്തുമൂന മാ അൻസൽനാ മിനൽ കിതാബ്. പണ്ട് അഹ്ലുൽ കിതാബിന്റെ സ്വഭാവമായിരുന്നു, സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കൂല, പൂഴ്ത്തി വെക്കും. സമൂഹത്തെ ചൂഷണം ചെയ്യാൻ, അവരുടെ അറിവില്ലായ്മയുടെ ദുരുപയോഗം ചെയ്യാൻ, അത് പൗരോഹിത്യത്തിന്റെ സ്വഭാവമാണ്. അത് ഇന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഷെയ്ഖ് പറയാ, ഷെയ്ഖ് അത് പറഞ്ഞു എന്നല്ല കേട്ടോ, ഞാൻ ക്ലിപ്പാക്കണ്ട. ഇസ്തഗ്ഫിർ ബില്ലാഹ്, ഷെയ്ഖ് ഇത് പറയുന്നു, എന്ത്? അല്ലാഹുവോട് ഇസ്തിഗാസ നടത്തിക്കോ. വസ്തഇൻ ബിഹി, റബ്ബിനോട് ഇസ്തിആനയും നടത്തിക്കോ. അലാ ഹഉലാഇൽ അഅദാ, ശത്രുക്കൾക്കെതിരെ. ഫഇന്നഹു യുഗീസുക, അപ്പോൾ അല്ലാഹു നിന്നെ സഹായിക്കും. ശൈഖ് പറയുന്ന ശത്രുക്കൾ 4 എണ്ണമാ. നഫ്സാകുന്ന ശത്രു, ബിഅത്ത് ചുറ്റുപാടാകുന്ന ശത്രു, ശൈത്താനാകുന്ന ശത്രു, പിന്നെ മൊത്തത്തിൽ സമൂഹത്തിലുള്ള ശത്രു. ആ ശത്രുക്കൾക്കെതിരിൽ നീ സഹായം ചോദിച്ചു. ആരോട്? ഇസ്തഇൻ ബിഹി, അല്ലാഹുവോട്. ഷെയ്ഖ് പഠിപ്പിച്ച ഷെയ്ഖിന്റെ ത്വരീഖത്തിലേക്ക്, ഷെയ്ഖിന്റെ മാർഗത്തിലേക്ക് വരാൻ ഉസ്താദുമാരെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? എന്നിട്ട് നമ്മളെന്താ പറയണത്? യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ലഹീറൻ അലൽ അഅദാഇ ബിൽ മദദി. നേരത്തെ പറഞ്ഞ കുതുബിയത്തില്, ഷെയ്ഖേ ഞങ്ങളുടെ അവലംബമേ, ഞങ്ങളുടെ കേദാരമേ, ഞങ്ങളുടെ എല്ലാമായ ഷെയ്ഖേ, ശത്രുക്കൾക്കെതിരെ ഞങ്ങളെ സഹായിക്കണമേ. നിങ്ങൾക്ക് ഖുർആനായിട്ടും ബന്ധമില്ല, ഹദീസിനായിട്ടും ബന്ധമില്ല, ഈ ഷെയ്ഖന്മാരെ പഠിപ്പിച്ച ആദർശമായിട്ടും ബന്ധമില്ല. സമസ്ത മതം പുതിയ മതം, തനിച്ച ഷിയായിസം. ഖബർ കെട്ടിപ്പോക്കുന്നു, കതിരെ ചുംബിക്കുന്നു, അവിടെ തവാഫ് നടക്കുന്നു, അവിടെ പലതും നടക്കുന്നു. ആ അമ്പിയാക്കന്മാരെ പഠിപ്പിച്ച ആദർശത്തിന് വിരുദ്ധമായും ഷിയാക്കൾ കൊണ്ട് നടക്കുന്ന, പേര് നടക്കുന്ന പല വിശ്വാസങ്ങളും വിഷയങ്ങളും നിങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. അതും വെറുതെ പറഞ്ഞല്ല, തെളിവ് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങും. വെറുതെ ഞാൻ ഒന്നും പറഞ്ഞു പോകൂല. ഇനി കേട്ടെ, ഷെയ്ഖ് പറയാണ്, അന്നകതകൂനു ദാകിറൻ ലിറബ്ബിക അസ്സ വജല്ല, നീ നിന്റെ റബ്ബിനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നവനായിരിക്കണം. മുവഹ്ഹിദൻ ലഹു, ഏകദൈവ വിശ്വാസിയായിക്കൊണ്ട്. ഹൈസു തസ്അലുഹു, റബ്ബിനോടെ ചോദിക്കാവൂ. വലാ തസ്അലു അഹദൻ ഗൈറഹു, ഒരാളോടും വേറെ ചോദിക്കരുത്. അതിന്റെ അർത്ഥം ഡോക്ടറെ അടുത്ത് പോകരുത് എന്നല്ല, ഉമ്മാടൊന്നും ചോദിക്കരുത് എന്നല്ല, വാപ്പാടൊന്നും ചോദിക്കരുത് എന്നുമല്ല. ഇതാണ് അഭൗതികമായ രൂപത്തിലുള്ള ചോദ്യങ്ങൾ, അഭൗതികമായ നിലക്ക് ഉത്തരം കിട്ടുമെന്ന ചോദ്യങ്ങൾ. അത് അല്ലാഹു അല്ലാത്തോട് പാടില്ല. വലാ തതുർക്ക് ഹാജതക ലിഗൈരിഹി തആല, നിന്റെ ആവശ്യങ്ങൾ റബ്ബിന്റെ മുമ്പിലല്ല നീ പറയരുത്. ആവശ്യം എന്തുണ്ടെങ്കിലും മടിക്കണ്ട, റബ്ബിന്റെ വാതിൽ മുട്ടുവാൻ മടിക്കണ്ട. നമ്മൾ ഇയാൾ പറഞ്ഞതാ,
പിന്നെ മവാഹിബുൽ ജലിയയിൽ ഇങ്ങനെ വ്യക്തമാക്കിയ വിഷയം. എന്നിട്ട് ഇവിടെ വന്ന് തെറ്റിദ്ധരിപ്പിക്കുക സമൂഹത്തോട്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇസ്തിഗാസ റബ്ബല്ലാത്തോട് പാടില്ല, തെളിവ് കൊണ്ടുപോവാന്ന് ഇങ്ങനെ പറയാം. അപ്പൊ ഷെയ്ഖി പറഞ്ഞൊക്കെ എന്താ? ഇനിയുമുണ്ട് ഷെയ്ഖിന്റെ ഒരുപാട് ഉദ്ധരണികള്. ഇതിനൊക്കെ വിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്നതോ ഈ ഷെയ്ഖുമാരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അതിന്റെ പേരാ ശിർക്ക്. മുഹ്യിദ്ദീൻ ഷെയ്ഖ് പറഞ്ഞല്ലോ, ഇജ്അൽ ഖൽബക മസ്ജിദാ, നിന്റെ ഖൽബിനെ നീ പള്ളിയാക്കണം. ലാ തദഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിനൊപ്പം ഒരാളെയും നീ ദുആ ചെയ്യാൻ പാടില്ല. നേരത്തെ പറഞ്ഞതോ ദുആ ചെയ്യാം, ഷെയ്ഖ് പറഞ്ഞതോ ലാ തദഉ, ദുആ ചെയ്യരുത്. എന്താ കാരണം? ഷെയ്ഖ് പറയുന്നു, കമാ ഖാല അല്ലാഹ്, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദഉ മഅല്ലാഹി അഹദാ, പള്ളികൾ അല്ലാഹുവിനുള്ളതാ, അല്ലാഹുവോടൊപ്പം നിങ്ങൾ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അൽ ഫത്ഹുർ റബ്ബാനി വൽ ഫൈദുർ റഹ്മാനി, പേജ് നമ്പർ 184. കേട്ടോ, ഷെയ്ഖിനെ വിളിച്ച് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുക. ഷെയ്ഖ് തൗഹീദും പഠിപ്പിച്ചു. ഒരു ഷെയ്ഖിനെ മാത്രമല്ല, ഇപ്പൊ ബദർ മൗലിദ് വരുമ്പോ ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ഈ മജ്ലിസുൻ നൂർ എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. പലയിടത്തും അത് ഇൽമിയായ അൽഹംദുലില്ലാ നല്ല കാര്യങ്ങൾ, ഖുർആൻ പഠിപ്പിക്കുക, ഹദീസ് പഠിപ്പിക്കുക, അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് സന്തോഷമുള്ളൂ. ഇവിടെ മുജാഹിദ് പഠിപ്പിച്ചാലും സുന്നി പഠിപ്പിച്ചാലും ആളുകൾ ദീന് പഠിക്കട്ടെ, പക്ഷെ പ്രാമാണികമായി പഠിക്കട്ടെ, ഉള്ളത് പഠിക്കട്ടെ. ചില മഹല്ലുകളിലൊക്കെ ഈ മജ്ലിസുൻ നൂറിൽ ഇപ്പൊ എന്താണെന്നറിയോ, ബദ്രീങ്ങളുടെ മാല എങ്ങനെ പാടുക, ബദർ മൗലൂദ് ചൊല്ലുക, എല്ലായിടത്തും ഉണ്ടെന്ന് എനിക്കറിയില്ല, ചില മഹല്ലുകൾ ഇപ്പൊ അങ്ങനെയാ. എന്താ സുഹൃത്തുക്കളെ ബദർ മൗലിദ്? ഇതൊക്കെ പറയുമ്പോൾ മുജാഹിദീങ്ങൾക്ക് ബദ്രീകളോട് സ്നേഹമില്ല എന്ന് വരുത്തരുത്. സ്നേഹമുണ്ട്, അവരുടെ ആദർശത്തോട് സ്നേഹമുണ്ട്, അത് നമ്മൾ പിൻപറ്റണം. പക്ഷെ അവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, അതാ പ്രശ്നം. ഓക്കെ, നിങ്ങൾ ബദർ മൗലിദില് റമളാൻ വരുമ്പോഴേക്ക് ഇത് കാര്യമായി ചൊല്ലുക. യമൻ ബിഹി ഹല്ലറദാ വമൻ ബിഹമ്മിൻ നകിദാ ഖുൽനാദിയം മുസ്തൻജിദാ യാ അഹ്ല ബദരി ശുഹദാ. നിങ്ങൾക്ക് പ്രയാസമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ? യാ അഹ്ല ബദരി ശുഹദാ, ബദ്രീങ്ങളേന്ന് വിളിച്ചോ, അല്ലാന്ന് വിളിച്ചോ എന്നല്ല. കണ്ടോ, ഇതാ വ്യത്യാസം. ഇസ്ലാം ദീനും സമസ്ത മതവും തമ്മിൽ വ്യത്യാസം അതാണ്. ഇനിയോ, യമൻ ബിഹി കർബുൻ വഗം വഹല്ല ഖത്ബും മുദ്ലഹിം ഖുല്ലാജി ഔവഖത്തും യാ അഹ്ല ബദരി ശുഹദാ. കർബ് മനോവിഷമം ബാധിച്ചാൽ, മനസ്സിന് ഗം ദുഃഖം ബാധിച്ചാൽ, വല്ല പ്രയാസവും ഇറങ്ങിയാൽ വിളിച്ചോ, യാ അഹ്ല ബദരി ശുഹദാ, അല്ലയോ ബദർ ശുഹദാക്കളെ. യമൻ ബിഹി മുറുൽ ബലാ വലാഖ ഖൽബൻ വാജിലാ ഖുൽ മുസ്രിഅം മുഹർവിലാ യാ അഹ്ല ബദരി ശുഹദാ. നിനക്ക് വേദനയുണ്ടോ, കൈപ്പേറിയ പരീക്ഷണങ്ങളുണ്ടോ, വലാഖ ഖൽബൻ വാജിലാ, പ്രയാസം കൊണ്ട് ഹൃദയം ഇടുങ്ങിപ്പോയോ, വിളിച്ചോ, യാ അഹ്ല ബദരി ശുഹദാ, അല്ലയോ ബദർ ശുഹദാക്കളെ. പൊന്നുമക്കളെ, പൊന്നുമക്കളെ, എന്തിനാ ബദരീങ്ങൾ അടരാടിയത്? എന്തിനാ? ഇബ്രാഹിം നബിയെ വിളിച്ചവനോട് അല്ലേ, ഇസ്മായിൽ നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചവനോട് അല്ലേ, അല്ലേ? എന്നിട്ട് ആ ബദരീങ്ങൾ ഷഹീദായപ്പോ നമ്മൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പിന്നെ എന്തിനാ അവരൊക്കെ കഠിനാധ്വാനം ചെയ്തത്? ഒരു തവണയെങ്കിലും ഇബ്രാഹിം നബിയെ വിളിച്ചോളൂ, ഇസ്മായിൽ നബിയെ വിളിച്ചോളൂ എന്നൊരു വാക്ക് നമ്മുടെ പ്രവാചകൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ പ്രവാചകന്റെ പല്ല് പൊട്ടുമായിരുന്നില്ല, ആ പ്രവാചകന്റെ കുപ്പായം കീറുമായിരുന്നില്ല, ആ പ്രവാചകന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുമായിരുന്നില്ല, ആ പ്രവാചകന്റെ നേർക്ക് കല്ലെടുത്തെറിയുമായിരുന്നില്ല. ഇതൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണെന്നറിയോ? പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. അത് പറഞ്ഞതിന്റെ പേരില്ല. മനസ്സിലാക്കിക്കോ, സമസ്ത മതവും ഇസ്ലാം മതവും തമ്മിലുള്ള വ്യത്യാസം. വഹാബിയ എന്ന് പറയാനൊക്കെ എളുപ്പ, അത് പറഞ്ഞോളി, നമുക്കൊരു വിരോധവും ഇല്ല. ഈ അള്ളാഹു അല്ലാത്തോടുള്ള പ്രാർത്ഥനകളും ഈ നിലക്കുള്ള അമിതമായ പുകഴ്ത്തലുകളും ഇതൊക്കെ എവിടുന്ന വന്നതറിയോ? ഞങ്ങള് ഷിയാക്കളിൽ നിന്ന് വന്നതാണെന്ന് പറയുമ്പോൾ ഞങ്ങളെ ഷിയാക്കളാക്കി ചിത്രീകരിച്ച് പോയിന്ന് പറയണ്ട, തെളിവ് നിരത്തുക ഞാൻ ഒരു വിഷയത്തിനും മാത്രം. ബാക്കി ഇൻഷാ അല്ലാഹ് ആവശ്യം വരുമ്പോൾ പിന്നെ പറയാം. ഇപ്പൊ സറന്ദീപ് മൗലിദിലും മറ്റു മൗലിദുകളിലുമൊക്കെ മുഹമ്മദ് നബിയെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? ലൗലാഹു ലം തുൻശ ഇല്ലാ ഫിലാഖു ഖത്തു വലാ റൂഹുൻ അമീനു വലാ മൻ മിൻഹു നഖൂറു അൽ അർശു വൽ ലൗഹു വൽ കുർസിയു വൽ ഖലമു വസ്ഖഫു വൽ മുൻതഹാ വൽ ബൈതു വത്തൂറു. പ്രവാചകനില്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടായിരുന്നില്ല, ജിബ്രീൽ ഉണ്ടാകുമായിരുന്നില്ല, നാക്കൂർ ഉണ്ടാകുമായിരുന്നില്ല, അർശ് പടക്കുമായിരുന്നില്ല, ലൗഹ് പടക്കുമായിരുന്നില്ല, കുർസി പടക്കുമായിരുന്നില്ല, കലമും സഖഫും ഒന്നും ഉണ്ടാകുമായിരുന്നില്ല, സിദ്റത്തുൽ മുൻതഹയോ ബൈത്തുൽ മാമൂറോ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. ആരില്ലെങ്കിൽ? റസൂലില്ലെങ്കിൽ. ഇതാര് പറഞ്ഞതാ? സറന്ദി മൗലിദിലുണ്ട്, ഖുർആനിലുണ്ടോ? ഇല്ല. ഹദീസിലുണ്ടോ? ഇല്ല. ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ് ഹദീസില്ലേ? ഹദീസിൽ കൊണ്ടേ അപ്പേ വാക്യം പറഞ്ഞു തരണ്ട്.
അത് ഹദീസ് എന്ന് പറയാൻ തന്നെ പറ്റൂല, ദുർബലമായ റിവായത്ത്. ഇത് മാത്രമല്ല, ഈ നബി ഇല്ലായിരുന്നെങ്കിൽ, ഈ നബിയുടെ ജലാലത്തുണ്ടായിരുന്നില്ലെങ്കിൽ സൃഷ്ടികളില്ല, ലാ ജിന്നും വലാ ബശറു, മനുഷ്യരില്ല ജിന്നുകളില്ല. ഇതിങ്ങനെ വെറുതെ പറയുന്നേ, ഒരാളെ പുകഴ്ത്തുകൊണ്ട് വിരോധമൊന്നുമില്ല, പക്ഷെ ഇല്ലാത്ത പറയണോ പ്രവാചകനെ കുറിച്ച്? ഇതെവിടുന്ന് വന്നതാ കേട്ടോ. അമീറുൽ മുഅ്മിനീൻ അലിനെ പറ്റിയിട്ട് ഷിയാക്കളെതിരെ മൗലൂദുണ്ട്. ആ മൗലൂദിനൊന്ന് കേട്ടോളൂ, അപ്പൊ ബാക്കി പിടുത്തം കിട്ടും. എല്ലാ കാര്യങ്ങളുടെയും അടക്കം അലിയെ നിങ്ങളിലേക്കാണ്. നിങ്ങൾ ഹൃദയത്തിനകത്തുള്ള കാര്യങ്ങൾ അറിയുന്നയാളാ. ഷിയാക്കള് അലിനെ പറ്റിയിട്ട്. ഇവിടെയോ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബാകാമെന്നോവർ. കൺകൊണ്ട് കണ്ടതും കണ്ണിൽ പേടാത്തതും കൺകൊണ്ട് കണ്ടപ്പോൾ കാട്ടി പറഞ്ഞോവർ. മുഹദ്ദിസ് ശൈഖ് കണ്ണിൽ പെടാത്തതും ഒക്കെ പറയും, ഹൃദയത്തിനകത്തുള്ളത് അറിയും. ഷിയാക്കളി അലിനെ കുറിച്ച് പറയാ, ഇവർ ഇയാളെ കുറിച്ചും പറയാ. എവിടുന്ന വഴി റൂട്ട് മനസ്സിലാക്കിക്കോ. അലി നിങ്ങൾ എല്ലാറ്റും കഴിവുള്ളയാളാണ്. അടുത്ത വരി കേട്ടോ. അലിയെ നിങ്ങളില്ലായിരുന്നെങ്കിൽ ഒരു നക്ഷത്രങ്ങളും ചലിക്കുമായിരുന്നില്ല. അങ്ങയുടെ വിലായത്തില്ലായിരുന്നെങ്കിൽ പ്രപഞ്ചമുണ്ടാകുമായിരുന്നില്ല. അങ്ങില്ലെങ്കിൽ മൂസാ നബിയില്ല. മൂസാ നബി അല്ലാഹുവിന്റെ കലീമാകുമായിരുന്നില്ല. അടുത്തത് കേട്ടോ. ലോകം തന്നെ ഇല്ല. ആരില്ലെങ്കിൽ അലിയെ നിങ്ങളില്ലെങ്കിൽ. ഷിയാക്കൾ ഉണ്ടാക്കിയതാ, നമ്മൾ നേരത്തെ പറഞ്ഞതും പറഞ്ഞു. പിന്നെയോ ഞങ്ങളൊക്കെ അങ്ങയുടെ അടിമകളാ, ഞങ്ങളൊക്കെ അങ്ങയുടെ അടിമകളാ. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫിക ഖദ് അഹ്സൻതു ളന്നി യാ ബശീറു യാ നദീറു. ബഷീറായ പ്രവാചകരെ, നദീറായ പ്രവാചകരെ, ഞങ്ങളൊക്കെ അങ്ങയുടെ അടിമകളാ. പാടുണ്ടോ സത്യവിശ്വാസികളെ, മണിമക്കളെ? റസൂൽ അടിമകളാ നമ്മള്. റസൂൽ ആരാ? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. ആ പ്രവാചകനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത് അടിമയെന്നാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി, തന്റെ അടിമയെയും കൊണ്ടും ഇസ്രാഉം മിഅ്റാജും നടത്തിക്കൊണ്ടുപോയ അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ റസൂലിനെ അടിമ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാ അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു. റസൂലെ അങ്ങയുടെ അടിമയാണ് ഞാൻ, അങ്ങയുടെ കാരുണ്യം ആഗ്രഹിക്കുന്നു ഞാൻ. ഇവിടെ പറഞ്ഞതോ ഷിയാക്കൾ പറയാ വകുല്ലു അബീദും മമാലികുലക, എല്ലാം നിങ്ങളുടെ അടിമകളാ. അതേ ഷിയായിസത്തിലൂടെ കടന്നു വന്ന ഖബർ വ്യവസായം, ഷിയായിസത്തിലൂടെ കടന്നു വന്ന പല കാര്യങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ മുഹറം മാസത്തിൽ ആഘോഷം ഇക്കണ്ട കാലം വരെ ഇക്കൊല്ലം ആഘോഷിച്ചു. എവിടെ? മലപ്പുറം ജില്ലയിലെ മുട്ടിപ്പടി ഒരു സ്വലാത്തിന്റെ സ്ഥലമുണ്ട്, സ്വലാത്ത് കോണോമ്പാറ. അവിടെ ആഘോഷിച്ചു. എന്താണ്? മുഹറം മാസം, മുഹറം ആഘോഷവും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടും. നിങ്ങൾ ഇപ്പൊ വിളിച്ചു ചോദിച്ചു നോക്കി. ഷിയായിസം പൂർണ്ണമായിട്ട് ഈ നാട്ടിലേക്ക് കൊണ്ടുവരിക. ഷിയായിസം മാത്രമല്ല, സൂഫിസവും കൊണ്ടുവരുന്നുണ്ട്. രക്ഷപ്പെട്ടോളി. ഞാൻ രാഷ്ട്രീയം പറയാൻ നമ്മളതിൻ്റെ ആളല്ല, നമുക്കത് ഇഷ്ടമല്ല. ഞാൻ ആ സൂഫിസം പറയുമ്പോൾ ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ കൂട്ടിക്കിട്ടും ആളുകൾ. അത് ചെയ്യരുത്. എന്താ സൂഫിസത്തിന്റെ ലാസ്റ്റ് എന്നറിയോ? ത്വരീഖത്തുകളുടെയൊക്കെ അവസാനം ഭ്രാന്ത്. എല്ലാം അല്ലാ 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 അല്ലാ, അവസാനം റഹ്മാനി സുബ്ഹാനി, ഞാൻ തന്നെ സുബ്ഹാൻ. ഓരോടും ഓരോ മണ്ടയ്ക്ക് എന്ന് പറഞ്ഞാലും കയറൂല. ആ ത്വരീഖത്ത് മൂത്ത് 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 അങ്ങനെ എത്തുക. ലോകത്ത് എന്ത് കണ്ടാലും അല്ല, എന്ത് പറഞ്ഞാലും അല്ല, എന്ത് കേട്ടാലും അല്ല, വേറൊന്നുമില്ല. അതാണ് ലാ മൗജൂദ ഇല്ലല്ലാഹ്.
ഇവരൊക്കെ തൗഹീദിനെ പഠിച്ചത് വേറെ കോലത്തിലാണ്. ലാ മത്ലൂബ ഇല്ലല്ല ഒരു ഘട്ടമാണ്, ലാ മഖ്സൂദ ഇല്ലല്ല വേറൊരു ഘട്ടമാണ്, ലാ മൗജൂദ ഇല്ലല്ല അല്ലാണ്ട് വേറെ ഒന്നുമില്ല, അല്ലാ 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 അല്ലാഹു അല്ലാഹു അല്ലാ, അതാണ് വരുന്നത്. അവസാനം ഒരുത്തിന് തോന്നും ഞാൻ തന്നെ അല്ലാ. പിന്നെ ഓനിക്ക് മാനസിക നില തെറ്റും. പഠിച്ചു വെച്ചോളി. മുസ്ലിം സമൂഹത്തെ ഒറ്റുകൊടുക്കാൻ എവിടെയാ അപ്പൊ പോയി കൂട്ടുകെട്ടിയിട്ടുള്ളത്? ആരൊക്കെ പോയത്? കേന്ദ്രത്തില് ആലോചിച്ചോളൂ. ഞാൻ ആ ഭാഗത്തേക്ക് പോകും, വല്ലാണ്ട് പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് കേരളം മുഴുവൻ നമ്മൾ ഇറങ്ങാൻ പോവുക. ത്വരീഖത്ത് എന്താ, സൂഫിസ് എന്താ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് വേറൊന്നുമില്ല. ഇതല്ല ഞാനല്ല, ഇത് പറയലാണ്. അനല്ലാ റിഫൈറാത്തിബിനും ചൊല്ലലുണ്ട്. ലാ അന ഇല്ല അന്ത, ലാ അന ഇല്ല അന്ത. ഇതിങ്ങനെ കുലുങ്ങാൻ നിങ്ങൾക്ക് അറിയുള്ളൂ. എന്റെ അർത്ഥം എന്താണെന്നറിയോ? ലാ അന ഞാനല്ല, ഇല്ല അന്ത നീയല്ലാതെ, നീ തന്നെ ഞാൻ തന്നെ തീ. അതാ റിഫൈറാത്തിബ്, ഇതാ ത്വരീഖത്ത്, ഇതാ സൂഫിസം. അത് വേറെ ആർക്കെങ്കിലും തീറെഴുതി കൊടുത്തിട്ട് അത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യം എന്നാലും പറയണ്ട. അവനവന്റെ ഈമാനിനെ നശിപ്പിച്ചു കളയുന്ന വലിയ ഒരു ദുരന്തത്തിലേക്ക് ചില നേതാക്കന്മാർ നമ്മുടെ നാടിനെ കൊണ്ടുപോകുന്നുണ്ട്. ശ്രദ്ധിച്ചോളൂ, സൂക്ഷിച്ചോളൂ. ഈ നിലക്ക് മുന്നോട്ട് പോയാൽ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഭാവി സമൂഹമേ നിങ്ങൾ കണ്ടറിയേണ്ടി വരും. ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് അത്ര മാത്രമേ പറയുന്നുള്ളൂ. പറഞ്ഞു വന്നത്, ഖുർആനും ഇസ്ലാമും പഠിപ്പിച്ച തൗഹീദിന് വിരുദ്ധമായി നമ്മുടെ സമൂഹത്തിലെ ഉസ്താദുമാര്, ഇവിടെ വന്ന ഉസ്താദ് അടക്കം ശിർക്കിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു? ഇതാ മുഹ്യിദ്ദീൻ ശൈഖ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ മൂപ്പരാണ് ദേഷ്യപ്പെട്ട്. മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞ അങ്ങനെയൊന്നല്ല, അത് കൊടുത്ത കഴിവെന്ന് ചോദിക്കാം, സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിക്കാൻ മതി എന്നാണ്. ആ വരി ഒന്ന് കാണിച്ചു തരണം അടുത്ത വരവിന്. മുഹ്യിദ്ദീൻ ശൈഖിനോ മരിച്ചുപോയവരോട് ചോദിക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലെ 1-2 ഉദ്ധരണി അന്ന് വായിച്ചു. ബാക്കി ഞാൻ ഇപ്പോഴും വായിച്ചു, ഇനിയും വായിക്കാനുണ്ട്. പക്ഷേ നമ്മുടെ തങ്ങൾ പറഞ്ഞ എന്താ? അത് കൊടുത്ത കഴിവെന്ന് ചോദിക്കാമെന്നാണ്, സ്വയം കഴിവുണ്ടെന്ന് കരുതി ചോദിക്കരുത് എന്നാണ് ആ പറഞ്ഞത്. ആ വരി ഒന്ന് അടുത്ത വരവിൽ വായിക്കണം. എന്നാലേ അള്ള പറഞ്ഞു കേട്ടോളൂ, അങ്ങനെ ഒരു കഴിവ് അല്ലാഹ് കൊടുത്തിട്ടില്ല. എന്താ കാരണം? ഖുർആൻ പറയാണ്, വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുക്ക് പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ, ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ, അവരൊന്നും സൃഷ്ടിച്ചിട്ടില്ല, അവർ തന്നെ സൃഷ്ടികളാണ്. അംവാത്തുൻ, അവർ മരിച്ചവരാണ്. ഗൈറു അഹ്യാ, ജീവനുള്ളവരല്ല അവർ. വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, എപ്പോഴാ പുനർത്തെഴുന്നേൽപ്പെന്നവർക്കറിയില്ല. കണ്ടോ? അപ്പൊ കഴിവുണ്ടെന്നോ കഴിവില്ലാന്നോ? ഉണ്ടെന്നല്ലാന്ന് എന്താ അല്ലാഹ് പറഞ്ഞു? ഇല്ല. ഇനിയോ വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അല്ലാഹുക്ക് പുറമെ നിങ്ങൾ ആരെയാണോ ദുആ ചെയ്യുന്നത്, ലാ യസ്തതീഊന നസ്റകും, നിങ്ങളെ സഹായിക്കാൻ സാധ്യമല്ല. വലാ അൻഫുസുഹും യൻസുറൂൻ, അവരെ തന്നെ സഹായിക്കാൻ സാധ്യമല്ല. കഴിവുണ്ടെന്നോ കഴിവില്ലാന്നോ? കൊടുത്ത കഴിവുണ്ടെന്നോ കൊടുത്ത കഴിവില്ലാന്നോ? ഇല്ലാന്ന് കേട്ടോ. ഇം തദഊഹും ലാ യസ്മഉ ദുആഅകും, ദുആ ചെയ്താൽ കേൾക്കൂല. വലൗ സമിഉ മസ്തജാബു ലക്കും, കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ പോലും ഉത്തരം നൽകാൻ സാധ്യമല്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ ഈ ദുആയാകുന്ന ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. കഴിവുണ്ടെന്നോ ഇല്ലാന്നോ? ഇല്ലാന്ന്. ഇനിയും കേട്ടോ, ലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീലാ, ലാ യംലികൂന, ഉടമപ്പെടുത്തുന്നില്ല. നിങ്ങളുടെ ദുർറിനെ, പ്രയാസത്തെ നീക്കം ചെയ്യാൻ, മാറ്റാൻ അവർ ഉടമപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹ് പറയുന്നു, അതൊക്കെ ആയത്താട്ടോ. 2.25 മണിക്കൂർ തൗഹീദ് സുന്നത്തും പറയാൻ ഉപയോഗിച്ചിട്ട് ഒരായത്ത് പോലും ഓതാതെ പ്രസംഗിച്ച മുസ്ലിയാരെ ചുരുക്ക് പറയാൻ വന്ന ആയത്തുണ്ടാവൂല. ഈ മുറിച്ച ക്ലിപ്പും പൊട്ടിച്ച ക്ലിപ്പും ഒരു കഷ്ണവും പിന്നെ കുറെ നോണയും അതായിട്ട് വരേണ്ടി വരും. ഞാൻ ചെയ്യരുത്. നിങ്ങൾ നാട്ടുകാരൊക്കെ നമ്മളെപ്പോലത്തെ ആളുകൾ സ്റ്റേജിൽ കയറുമ്പോൾ തങ്ങളോട് പറയാ, എന്നെയും നിങ്ങളെയും പോലത്തെ ആളുകൾ സ്റ്റേജിൽ കയറുമ്പോൾ നാട്ടുകാർ പാവങ്ങൾ, അവർക്കൊരു പ്രതീക്ഷ ഉണ്ട് എന്തെങ്കിലുമൊക്കെ ദീന് കേൾക്കാൻ. അവരുടെ ആ പ്രതീക്ഷയെ നിങ്ങൾ അസ്തമിപ്പിക്കുന്ന രൂപത്തിൽ ഇനി സംസാരിക്കരുത് എന്നുകൂടി പറയാം. അപ്പൊ അല്ലാഹു ഒരാൾക്കും മരിച്ചവർക്ക് അങ്ങനെ കഴിവ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അല്ലാഹ് നമ്മോട് പറയാ, ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥ ദുആ റബ്ബിനോട് മാത്രമേ പാടുള്ളൂ. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, അല്ലാഹുക്ക് പുറമെ നിങ്ങൾ ആരെ വിളിച്ചാലും ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ, അവർ ഉത്തരം നൽകുന്നതല്ല. അല്ലാഹ് ഉദാഹരണം പറയാ, ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാഇ ലിയബ്ലുഗ ഫാ, വെള്ളത്തിന് സമീപത്ത് പോയിരുന്നു കൊണ്ട് വെള്ളം 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 എന്ന് പറഞ്ഞ് കൈ നീട്ടിയാൽ വെള്ളം വായിലേക്ക് വരികയില്ലല്ലോ. കണ്ടോ എത്ര വ്യക്തമായ ഉദാഹരണ. എന്നതുപോലെയാണ് മരിച്ചവരെ വിളിച്ച് ദുആ ചെയ്താൽ, അല്ലാഹുക്ക് പുറമെ ആരെ വിളിച്ച് ദുആ ചെയ്താലും അതിന്റെ ഉപമ അങ്ങനെയാണ്. എന്നിട്ട് റബ്ബ് പറയാ വേറെ സ്ഥലത്ത്, വലാ തദ്ഉ മിൻ ദൂനില്ലാ,
മാ ലാ യൻഫഉക വലാ യദുറുക ഫഇൻ ഫഅൽത ഫഇന്നക ഇദം മിനൽ ളാലിമീൻ. നീ വിളിച്ച് ദുആ ചെയ്യരുത്. അല്ലാഹ് പറയാൻ, നീ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഇവിടെ പറഞ്ഞ എന്താ? വിളിച്ചോ, യാ അഹ്ല ബദ്രി ശുഹദാ എന്ന് വിളിച്ചോ.